തോറ്റു കൊടുക്കരുത് മോനെ. മർഡർ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സോളമനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാറും സംഘവുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് വെടിയേറ്റ് മരിച്ചത്. സർ, നമ്മുടെ നഗരത്തിലെ മാഫിയകൾ കുറച്ചു കാലമായി പിടിമുറുക്കിയിരിക്കുന്നു. ഇവിടെ പോലീസും ഒരു ആഭ്യന്തര വകുപ്പും ഉണ്ടായിട്ടും. ശരിയാണ്, ഇത്തരം ക്രൈം നഗരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കാണ് ചുമതല. ഇനിയൊരു അതിക്രമവും ഉണ്ടാവില്ല. അതിന്റെ ആദ്യപടിയാണ് ഇത്തരക്കാർക്കെതിരെയുള്ള പോലീസ് മൂവ്മെന്റ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാം. താങ്ക് യു. എന്റെ കുട്ടികൾക്ക് ഈ ഗതി വന്നല്ലോ. ഇതൊക്കെ കാണാനാണോ കർത്താവേ നീ എനിക്ക് ആയുസ് തന്നത്? അവനോട് പറഞ്ഞതല്ലേ പോലീസിൽ കീഴടങ്ങാൻ. പറഞ്ഞാ കേൾക്കില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അവനെ മാത്രം എന്തിനാടാ നീ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ഞാനാണോ കുറ്റക്കാരൻ? ഞാനാണോ പറഞ്ഞത് ഒളിവിൽ പോകാൻ? മമ്മ പറയുന്നത് കേട്ടതൊന്നും ഞാനാണ് കുറ്റക്കാരനെന്നോ? നീ തന്നെയാ. നിന്റെ എടുത്ത് ചാട്ട എല്ലാത്തിനും കാരണം. ഞാൻ എന്തെടുത്ത് ചാടിയെന്ന് നിങ്ങൾ ഈ പറയുന്നേ? മരിക്കുന്നതിന് മുന്നേ പപ്പ ഉണ്ടാക്കി വെച്ച കടബാധ്യതകളൊക്കെ നിങ്ങൾ മറന്നോ? ഇടയ്ക്കൊക്കെ പിന്നിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്റെ ഒരാളുടെ ചങ്കൂറ്റം കൊണ്ടാ നമ്മൾ ഈ നിലയിലെത്തിയത്. ഏത് നിലയിലാടാ? അവസാന കാലത്ത് എന്റെ മക്കളുടെ ചോരയിൽ പൊതിഞ്ഞു കെട്ടിയ ശവശരീരങ്ങൾ കാണേണ്ടി വന്നതോ? അതാണോ നിന്റെ നില, നിന്റെ ചങ്കൂറ്റം? അതൊക്കെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം. മമ്മയും മക്കളും ഇത്രയും കാലം സുഖിച്ച് ജീവിച്ചില്ലേ? അന്ന് ആരും പറഞ്ഞില്ല ഒരു നല്ല വാക്കും. ഇപ്പൊ കുറ്റം എനിക്ക്. നന്ദി വേണം, നന്ദി. ഞാൻ എന്തിനാടാ നിന്നോട് നന്ദി കാണിക്കേണ്ടത്? പറ. 10 മാസം ചുമന്ന് പെറ്റതിനോ? പിന്നെ വളർത്തിയതിന്റെയും വലുതാക്കിയതിന്റെയും മഹത്വം പറയാതിരിക്കുന്ന നല്ലത്. ഇറങ്ങി പോടാ. നിനക്ക് അനാവശ്യം പറയരുത്. ഞാനാണ് അവരെ കൊന്നത്. അവരുടെ കയ്യിലിരിപ്പിന് എന്നെ കുറ്റം പറയണ്ടെന്താ? മതി. ഇനി നീ ഒരക്ഷരം മിണ്ടി പോകരുത്. മമ്മയൊന്നും ചെയ്യരുത്. എന്താടാ? മമ്മയെ ഉപദ്രവിക്കരുതെന്ന്. അത് പറയാ നീ ആരാടാ? ആരാടാ നീ? വിടന്നെ. നീ ആരാടാ? അവിടെ നിൽക്കാൻ. എന്താ പ്രശ്നം? ഒന്നുമില്ല, ചുമ്മാ ഓടി ഇങ്ങനെ. മുസ്തഫ, ഇവിടെ ഓക്കെ അല്ലേ? അവൻ ഓക്കെയാണ് അല്ലടാ? ഞാൻ ഇവനെ ഒന്ന് കൊണ്ടുപോകും. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. സാറേ, ഇവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഇവനെ ഞാൻ അനുസരിപ്പിക്കാം. ഇവനോട് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കുക, ഞാൻ മറുപടി തരാം. ഇപ്പോൾ ആവശ്യമില്ല. ആവശ്യം വന്നാൽ തീർച്ചയായും ചോദിച്ചിരിക്കും. ആ പോലീസുകാരുടെ മർഡറുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ എനിക്ക് തരാനാകും. സാറിനെ ഏത് വിധത്തിലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരുക്കുക. ഓക്കെ, താങ്ക്സ്. എനിക്കിപ്പോൾ ഇവനെ മാത്രം മതി. മുസ്തഫ ചെല്ല്, ഞാൻ വക്കീലിനെ കൂടെ വിടാം. വാ. ഈ കേസ് എത്രയും വേഗം തീരുമാനമാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനം. അവര് പോലീസാണ്. നിന്നെ പലതും പറഞ്ഞവര് ബ്രെയിൻ വാഷ് ചെയ്യും. ഒന്നും വിട്ടു പറയരുത്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്ര തന്നെ.
ഞാനും നീയും ബ്ലഡ് റിലേഷനാ. നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് നിന്റെ മമ്മിയായിരുന്നു. എൻ്റെ അലീനയുടെ മകനാണ് നീ. നിനക്കൊരാപത്ത് വന്നാൽ മുന്നിൽ ഞാനുണ്ടാവും. അതിന് മരിക്കാനാണെങ്കിലും നിനക്ക് വേണ്ടി എത്ര പണം എറിയാനും ഞാൻ റെഡിയാ. കാരണം നീ എൻ്റെ ചോരയാ. നിന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാ, ബാധ്യതയാ. ഏയ്, ഞാൻ ഒരിക്കൽ ചോദിച്ചതാണ്, ഒന്നുകൂടെ ആവർത്തിക്കും. മുസ്തഫ, എബി കൊല്ലപ്പെട്ടതിന് ശേഷം അയാളുടെ ബ്രദേഴ്സ് പ്രധാനമായും എന്താണ് ഡിസ്കഷൻസ് നടത്തിയത്? ശവസംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തണമെന്നായിരുന്നു പ്രധാന ഡിസ്കഷൻ. ഇമോഷണലായിട്ട് എന്തെങ്കിലും പറഞ്ഞു? സ്വന്തം സഹോദരൻ കൊല്ലപ്പെട്ട ദുഃഖമുണ്ടാവുന്നതും അത് പ്രകടിപ്പിക്കുന്നതും സ്വാഭാവികമാണല്ലോ. മുസ്തഫ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ വക്കീല് പറഞ്ഞു പോലീസ് പല ചോദ്യം ചോദിക്കുമൊന്നും പറയണ്ടെന്ന്. മുസ്തഫയുടെ ഒരു മൊഴി മതി. ഈ കേസിൽ നിർണായകമായ പല വഴിത്തിരിവുകളും നമുക്കുണ്ടാക്കാം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാതിരിക്കാൻ ഇവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ തന്നെ തെറ്റാണ്. പിന്നെങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഴി മുസ്തഫയ്ക്ക് തരാൻ പറ്റുക? പിന്നെ തെളിവുകളാണ് വേണ്ടതെങ്കിൽ ഇവനോ മറ്റൊരാളോ നിങ്ങൾക്ക് വേണ്ടി കൃത്രിമമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന തെളിവുകളോ മൊഴികളോ കോടതി നിൽക്കുവോ? ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, അതെ, ആ DVSP ആളല്പ പെശക. ഇതുവരെ അവർക്ക് ആ മുസ്തഫയുടെ അടുത്ത് നിന്നൊന്നും കിട്ടിയിട്ടില്ല. എന്നും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അവനെ തനിച്ച് കിട്ടിയാലേ അവർക്ക് അറിയാൻ പറയിപ്പിക്കാൻ. നിങ്ങൾ ചെയ്ത വലിയ മണ്ടത്തരമായിപ്പോയി. അവനെ പോലെ മുൻപരിചയമില്ലാത്ത ഒരാളെ കാറ് മോഷ്ടിക്കാൻ പറഞ്ഞു വിടരുതായിരുന്നു. അവനാണ് ആ കാറ് മോഷ്ടിച്ചെന്ന് മൊഴി കൊടുത്താലേ നമ്മുടെ കേസ് അവിടെ പൊളിയും. ആ കാർ എടുക്കാൻ നിങ്ങൾ തന്നെ അവനെ പറഞ്ഞു വിട്ടത്? അലക്സിനോടാ പറഞ്ഞത്. എന്റെ അടുത്ത് ആര് പറഞ്ഞു? ഞാൻ ആദ്യം നിന്നോടാ പറഞ്ഞത്. ജോസേ, ഇച്ചായം പറഞ്ഞ അവന്റെ അടുത്താ. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം കൂടി എന്റെ തലയിൽ എടുത്തു വെച്ചോ. ഇതാണ് ജോസിന്റെ കുഴപ്പം. നിനക്ക് ആ കാർ എടുക്കാൻ പറ്റുമായിരുന്നു. അതനുസരിക്കാതെ നീ അവനെ കൊണ്ടെടുപ്പിച്ചു. അതല്ലേ കുഴപ്പമായത്? ഞാൻ അവനെ കൊണ്ട് അത് തന്നെ അലക്സ കുഴപ്പമായത്. എന്ത് ജോസ് നീ പോയി ആ കാർ എടുത്തോണ്ട് വരണമായിരുന്നു. പറഞ്ഞനുസരിക്കില്ലല്ലോ, അതല്ലേ പ്രശ്നമായത്? നിർത്ത്. നിങ്ങളുടെ തർക്കം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അവനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്. അലക്സേ, നിങ്ങൾ ആര് ചെയ്താലും അത് വലിയ മണ്ടത്തരായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? മുസ്തഫ, അവന്റെ കയ്യിലാണ് ഇപ്പൊ ഈ കേസ്. അവൻ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം എപ്പോഴും. മനസ്സിലായല്ലോ? അലക്സേ, അവനിപ്പോ എവിടെ കാണും? ആ പെണ്ണിനെ വിടില്ലല്ലേ ഏത് സമയം? നന്നായി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനോടും നിങ്ങളോടും. ഇനി അവൻ അവളെ കാണില്ല.